ഞാനൊന്നുമില്ല. പപ്പ എന്തായിരുന്നു കൊണ്ടുവരുന്നത്? എന്നാലത് എന്തായിരിക്കും? എനിക്കറിയാവാ, നിന്നെ പോലെയല്ല ഞാനും ഇവിടെ ഇരിക്കുന്നത്. എന്നാലും എന്തായിരിക്കും? പൊറാട്ടയും ചിക്കൻ പൊരിച്ചതും. പപ്പക്ക് അറിയോ? എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പൊരിച്ചാ മതി. പക്ഷേ എനിക്കറിയണം, അല്ലാണ്ട് ഞാനൊന്നുമില്ല. പപ്പ എന്താ കഴിക്കാൻ കൊണ്ടുവന്നിരിക്കണേ? അപ്പൊ ഇത് എന്താ? ഇത് പൊറോട്ട. പോയി കഴിക്കാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു ദുരൂഹത ഉണ്ട്. എന്റെ പോലീസ് ബുദ്ധിയിൽ ചിലതൊക്കെ മണക്കുന്നുണ്ട്. എന്ത് മണക്കുന്നു? ഇപ്പൊ കുട്ടി പറഞ്ഞില്ലേ പൊറോട്ടയൊന്നും? കുന്തം. ഇരിക്കെ. എനിക്ക് വേണം. അല്ല മീൻകറിയാ. ഇത് ചിക്കൻ കറിയാ. അല്ലല്ല മീൻകറിയാ. പപ്പ വന്നിട്ട് തരാം. പപ്പ അമ്മേനെ കൂട്ടിട്ട് വരട്ടെ കേട്ടാ. ഓക്കേ. അതെ, എനിക്ക് തോന്നുന്നത് ചിക്കൻ കറിന്നാ. എനിക്ക് തോന്നിയത് മീൻകറി കേട്ടോ. അല്ല ഇത് ചിക്കൻ കറിയാ. അല്ല ഇത് മീൻകറിയാ. ഇത് ചിക്കൻ കറിയാ. ഇത് മീൻകറിയാ. സത്യം ബ്രോ, ഇത് മീൻകറി. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവര് പൊറോട്ടയും കറി കഴിക്കുന്നു. നമ്മൾ വിചാരിച്ച പോലെ അല്ല. പക്ഷെ അയാളെ മുഖത്തൊരു പന്തികേടുണ്ട്. സുധേട്ടന്റെ മുഖത്ത്. അത് പൊറോട്ടയുടെ വലിപ്പം കുറഞ്ഞോണ്ടായിരിക്കുള്ളൂ. എത്ര കാലമായി പൊറോട്ടയൊക്കെ തിന്നിട്ട്. നല്ല മക്കളല്ലേ, അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓ, അത് എന്ത് കറിയാണ്? അത് ചിക്കൻ കറിയൊക്കെ ബീഫ് കറിയൊക്കെയോ? ചിക്കൻ ആയിരിക്കുള്ളൂ. ചിക്കൻ എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല. ചിക്കൻ ആയാൽ മതി. വിളിക്കാൻ പറ്റുന്നില്ല. മക്കളെ ഞാൻ പൊട്ടിച്ചേരാം മക്കളെ. അത് കഴിക്കട്ടെ. അല്ല മന്മഥനോട് പോയി. എവിടെയാണ് ആത്മബ്രോസ്? ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. എന്ത്? ആ സുഗതനുണ്ടല്ലോ, വിഷം എടുത്തിട്ട് വരിക, ഭാര്യയും കൂട്ടിയിട്ട് ആത്മഹത്യയുള്ള പരിപാടിയാ. എങ്ങനെയെങ്കിലും തടയണം. പാവം കൊച്ചുകള്. എന്തൊരു കട്ടാണ്. കുട്ടികളൊക്കെ കൊല്ലാൻ ഓനോ ഇങ്ങനെ തോന്നുന്നു. വരുന്നു, ഭാര്യയും കൂട്ടിട്ട് വരുന്നുണ്ട്. എന്തൊരു തങ്കം പോലത്തെ മക്കൾ. ഇവരൊക്കെ കൊല്ലാൻ എങ്ങനെ തോന്നുന്നത്? എന്താണോ ഈ സുഗതൻ? ഭാര്യക്ക് വയ്യാൻ തോന്നുന്നു കേട്ടോ. എന്ത് ഇവൻ കാണിക്കുന്നു? അങ്ങോട്ട് കയറി എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. എന്താ കാണിക്കുന്നു? ചിലപ്പോ ഭക്ഷണം കഴിക്കാനാണെങ്കിലോ. ചിലപ്പോ നമ്മളെ തോന്നലിരിക്കും. ഈ ഭാര്യനെ കൊല്ലാനാണെങ്കിൽ അങ്ങനെ കൊന്നോട്ടെ, പിള്ളേർക്ക് കൊടുക്കാതിരുന്നാ മതിയായിരുന്നു. എന്ത് വർത്താനോ നീ പറയണ? ഭാര്യനെ കൊല്ലണം? ഞാൻ പാടില്ലാതെ കിടക്കല്ലേ. വിഷം എടുക്കണം. ഈ കണ്ടോ? കണ്ടു. നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. അത് മേടിച്ച് കളയി. അച്ഛാ, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം. എങ്ങനെ കൊല്ലാൻ തോന്നുന്ന? രണ്ടുപേരും പോയി കൈ കഴിയിട്ട് വാ. അവര് ഓടിക്കോ മക്കളെ, നിങ്ങൾ വരണ്ട. നിങ്ങളെങ്കിലും ജീവിക്ക്. അപ്പൊ പപ്പ കൈ കഴുകുന്നില്ലേ? ഞാൻ കൈ കഴിയാതാവട്ടെ. മര്യാദക്ക് തിന്നിട്ട് എണീറ്റ് പോയി കിടന്ന് ഉറങ്ങണ തെണ്ടി. എന്തോ പരിപാടി? ഞാൻ പറഞ്ഞു തന്നെ, അവന്റെ കയ്യിൽ വിഷമുണ്ട്. നോക്കട്ടെ. അവനിപ്പോ അതിൽ ചേർക്കും. കറി ബീഫാട്ടോ? ചിക്കനാണ്. എടുക്കുന്നു. വിഷം എടുക്കുന്ന ഞാൻ പറഞ്ഞില്ലേ? അയ്യോ
കുറഞ്ഞ വേഷം. കുറഞ്ഞ വേഷമാണത്. ഞാൻ മേടിക്കാൻ പോയതല്ലേ. കുട്ടികളെ കൊലക്ക് കൊടുക്കല്ലേ? കൊച്ചുങ്ങളെ കണ്ടൂടെ? അസുഖമുണ്ടെങ്കിൽ ചികിത്സിക്കാം. കുറഞ്ഞ വേഷോടെ തൂറിച്ചാകുവാ കത്തിയതാ. കുട്ടികളെ കൊലക്ക് കൊടുക്കലായി ഒഴിക്കത് സുഗതാ നല്ല അടിപൊളി നിന്റെ ആ മോള് എടാ അത് സ്പോർട്സില് ലോകം അറിയുന്ന ഒരു കൊച്ചായി മാറേണ്ട കൊച്ചാണ്. ആ കൊച്ചു കാരണം നാട് അറിയപ്പെടുന്നത് അവിടെ. നീ കൊല്ലരുത് അതിനെ. എടാ സുഗത, നിന്റെ മറ്റവള് വലിയ കലാകാരിയാ. എത്ര സമ്മാനങ്ങളാ വാരിക്കൂട്ടിയത് ആ മലമാരിയുള്ളത്. നാളത്തെ മഞ്ജു വരടാ അത്. കേക്കടാ. ആരോ വന്നിട്ടുണ്ട്. ആരെങ്കിലും ആയാലും വന്ന് രക്ഷിച്ചാൽ മതിയായിരുന്നു. പോയി നോക്കാം. ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് കുറച്ച് മുട്ടായെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരായിരുന്നു അല്ലേ? എടാ ശീതള, എടാ ഞാനിവിടെ ഉണ്ടാ. നീ രക്ഷപ്പെട്ടല്ലേ? ഭാഗ്യം. ഞാൻ തേഞ്ഞടാ. എല്ലാം ഞാൻ കാണുന്നുണ്ട്, കേൾക്കണുണ്ട്. എടാ ഇയാള് നിന്റെ ബന്ധുവല്ലേ? ആ പിള്ളേരെയും തള്ളക്കും വിഷം കൊടുത്തു വന്ന് അയാളും ചാകാൻ പോണേടാ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കടാ. എടാ ശീതള, എന്താ സുഖേട്ട ബെല്ലടിച്ചിട്ട്? എത്ര നേരമായി ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. എന്താ എന്താ ചെയ്തേരുന്നേ? ഫോൺ വിളിച്ചിട്ടും എടുത്തില്ലല്ലോ. ഞാൻ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ. എന്താ കയ്യില്? ഒന്നുമില്ല. ഒന്നല്ലാണ്ടല്ലോ. സത്യം പറഞ്ഞ ആശ്വാസമായില്ലേ? സമാധാനമില്ലെന്ന് പറഞ്ഞ ടെൻഷനായി പോയി. ഒരു കണക്കിന് ശീതളം വന്നത് നന്നായി. ഇനി സുഗതനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണ്ടത് ചെയ്തോവും. കാരണം മൂപ്പര് അതിനൊക്കെ പറ്റിയ ഒരാളാണ്. ആ കുട്ടികൾ രക്ഷപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ അവരുടെ ചികിത്സാ സഹായവും നടക്കും, ഒക്കെ നടക്കും. എന്റെ സത്യട്ടാ, നമ്മളൊക്കെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോ ഒന്ന് നിരുത്സാഹപ്പെടുത്താൻ ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ. സത്യം, ഞാൻ ആ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു തെണ്ടി വന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരൂലായിരുന്നു. പുഴയത്തെ വെള്ളം മൊത്തം കുടിച്ചാ മരിച്ചത്. മായം